നാട്ടുവിശേഷത്തിലേക്ക് കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പ്രസ്താവനയിൽ വെട്ടിലായി CPM. പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷവും വിവിധ മുസ്ലിം സംഘടനകളും രംഗത്തെത്തി. പി ജയരാജൻ തള്ളിപ്പറഞ്ഞെങ്കിലും മറ്റ് നേതാക്കളോ പോഷക സംഘടനകളോ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം പ്രമേയമാക്കി പി ജയരാജൻ എഴുതിയ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് വിവാദ പരാമർശം. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും കേരളത്തിൽ നിന്ന് IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റുകളെ ഗൌരവത്തോടെ കാണണമെന്നുമായിരുന്നു ജയരാജന്റെ പ്രസ്താവന. മതതീവ്രവാദ ആശയം ചിലരെയെങ്കിലും സ്വാധീനിക്കുന്നതായും കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനകളുടെ ഭാഗമാകുന്നുവെന്നും ജയരാജൻ ആരോപിച്ചിരുന്നു. ജയരാജന്റേത് അനാവശ്യ പ്രസ്താവനയാണ് എന്നാണ് CPM വിലയിരുത്തൽ. പാർട്ടി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ തന്നെ ഇത് പ്രതിക്കൂട്ടിലാക്കുന്നുവെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ പരസ്യപ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായിട്ടില്ല. പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് വാർത്താസമ്മേളനത്തിൽ ഒഴിഞ്ഞുമാറി. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന പി ജയരാജൻ മാത്രമാണ് പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞത്. കേരളമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്കുണ്ടാക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്. എന്നാൽ പി ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഭൂരിപക്ഷം മതവിഭാഗത്തെ സ്വാധീനിക്കാനുള്ള നീക്കമാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ എല്ലാ അനുവാദവും കൊടുക്കുകയായിരുന്നു. ഇവരെ ഇന്റലിജൻസ് എവിടെയായിരുന്നു? ഇത് നുണയാണെങ്കിൽ CPM ആ പറഞ്ഞാക്കെതിരെ നടപടിയെടുക്കണം. പൗരത്വ ഭേദഗതിയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചിരുന്ന പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയല്ല, ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും ദോഷം എന്നാണ് പറയുന്നത്. പി ജയരാജന്റെ പ്രസ്താവന മുസ്ലിം ഭീതി പരത്താനാണ് എന്നാണ് മുസ്ലിം സംഘടനകളുടെ പ്രതികരണം. സംഘപരിവാർ സംഘടനകളിലേക്ക് ഒഴുകുന്ന പാർട്ടി അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടിക്കൈകൾ മതിയാവില്ല എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മീഡിയ 1 കണ്ണൂർ.